ഓഹോ, അപ്പൊ പ്രശ്നം അങ്ങനെയാണല്ലേ? മോന് തന്നില്ല? ഉണ്ട്, മരിച്ചുപോയി. ഇപ്പല്ല? ഇല്ല. തന്നില്ലാത്തവന് നിനക്ക് ഞാൻ തന്തിയാവാം. അടുത്ത പ്രശ്നം മീശ, അതെടുത്ത് കളയാം. ക്ലീൻ ഷേവ്. അപ്പൊ ഞാൻ ഈ വേഷം എങ്ങനെ കളിക്കും? നമുക്ക് ഒട്ടുമിച്ച് വെക്കാം. അകത്താവൂ? ചിലപ്പോ അകത്താവും. പേടിച്ച് വർമ്മയുടെ കൈകൊണ്ട് മയ്യത്താകുന്നതിലും ഭേദം അകത്താവുന്നതല്ലേ? എല്ലാം വേലോട്ടന്റെ ഇഷ്ടം. എന്നാ ശരി, ഇങ്ങോട്ട് കയറി. ചിലപ്പോ മീശെടുക്കുമ്പോ അല്പ സ്വല്പൊക്കെ മുറിഞ്ഞു വരും. പേടിക്കാനൊന്നുമില്ല. ശേഷം മരുന്ന് വെച്ചാൽ അതങ്ങോട്ട് ഉറങ്ങിക്കോളും. നീ വല്ലതും കേട്ടോ? രാവിലെ ഒരുത്തന്റെ വായിന്ന് 2 കേട്ടു. അത് സാധാരണ കേൾക്കാറില്ലല്ലേ? അല്ല, ഞങ്ങൾ ഇപ്പൊ ഇവിടെ പറഞ്ഞു വല്ലതും കേട്ടോ? ഞാൻ ഒന്നും കേട്ടില്ലേ. എന്റെ ഭഗവാനെ, രക്ഷപ്പെട്ടു. എന്നാ മീശ എടുക്കാൻ പോകുന്നു. റെഡി? 1 2 ഒന്നുമില്ലടേ, നെല്ലെടുക്കുള്ളടേ. കുട്ടമ്പിള്ളേ, താൻ എന്റെ കണ്ണാടി ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? ഇല്ല. താൻ എന്തായി തപ്പുന്നത്? കുന്തം പോയ കുടത്തിലും തപ്പണല്ലോ. കുന്തം അല്ലടോ പോയത്, എന്റെ കണ്ണാടിയാ. അവിടെ എല്ലാം നോക്കി, എവിടെയില്ല. പിന്നെ ഞാനത് ഇവിടെ വെച്ചു. ഈയിടെയായി മറവി കുറച്ച് കൂടുതലാ. അതെങ്ങനെയാ? ഈ ലോകത്തൊന്നും അല്ലല്ലോ. വേണ്ട, അതാരും നോക്കണ്ട. ഞാൻ അത് ഓഫീസിൽ വെച്ച് പൊട്ടിയിരിക്കുക. അച്ഛാ, ദേ അച്ഛാ കണ്ണാടി. എവിടെ നോക്കി? പാർവതി ചേച്ചിയുടെ ബാഗിലുണ്ടായിരുന്നു അത്രേ. എന്റെ ദൈവമേ, ഇതിങ്ങനെ പോയാ എവിടെ ചെന്നാ അവസാനിക്കുക? കരയുകയല്ല വേണ്ട, ധൈര്യമായിരിക്കും. ഞാനൊരു വഴി പറഞ്ഞു. ഇപ്പോ ശശിയും സുധരാമയും ഒരേ വെള്ളത്തിലാണ്. അയാളുടെ വേദന, നിങ്ങളുടെ വേദന, ഇത് രണ്ടും കൂടി കാണുമ്പോഴുള്ള എന്റെ വേദന, ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവണ്ടേ? എനിക്ക് തല ചുറ്റുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളും ശശി നേരിൽ കണ്ട് സംസാരിച്ച് ഒരു തീരുമാനമെടുക്കുക. പ്രശ്നം തീരും. കുട്ടമ്പിള ചേർന്നു ഇരിക്കും. അവരകത്തുണ്ട്, കുളിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ? ശശിക്കുട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കിടന്ന് തിങ്ങന്നല്ലാണ്ട് ഞാൻ എന്താ ചെയ്യ? സുഭദ്ര കുഞ്ഞമ്മയും വല്ലാതായി. അവര് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാര്യങ്ങൾ കരക്കാരറിയുന്നതിന് മുമ്പ് എത്രയും വേഗം ഒതുക്കി തീർക്കണം. അവര് തന്നതാ. നിങ്ങളൊക്കെ സമാധാനമായി ജീവിക്കുന്നു കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതി. ഞാൻ കാപ്പി ഒന്നും കുടിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ പോട്ടെ. ഈ വീട്ടിലൊരു സാധനം വെച്ചെടുത്തിരിക്കില്ല. എത്ര നേരമായി തപ്പി മടുത്തേ. പ്രിയപ്പെട്ട ശശി, നമ്മുടെ രണ്ടുപേരുടെയും ഭാവി ജീവിതത്തെപ്പറ്റി ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായിരിക്കുന്നു. നാളെ വൈകുന്നേരം 5:30 മണിക്ക് ഓഫീസിൽ നിന്ന് നേരിട്ട് പങ്കജ് ഹോട്ടലിലേക്ക് വരിക.
അവിടെ വെച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം. നമ്മളുടെ ഈ കണ്ടുമുട്ടൽ നമ്മളല്ലാതെ ആരും അറിയരുത് എന്ന് സ്വന്തം സുഭദ്ര. അവര് വരുന്നുണ്ട്, പറഞ്ഞതല്ലേ ഓർമ്മയുണ്ടല്ലോ. ചുമ്മാതിരി എന്റെ ഇന്ദിരേ, ഞാൻ എത്രയോ നാടകത്തിൽ അഭിനയിച്ചതാ, പിന്നെ ഇതൊക്കെ ഒരു പ്രശ്നല്ലേ? വരണം വരണം. ജയ് ഹിന്ദ്. ഓ ജയ് ഹിന്ദ്. ഇരിക്കണം. താങ്കളെ കാണണമെന്ന് വളരെ നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്നു. ആഹാ, സമയം കിട്ടണ്ടേ? താങ്കളെ കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, മുടി അല്പം വളർന്നുണ്ടല്ലോ, ഒന്ന് കട്ട് ചെയ്യണ്ടേ? മുടി കൂടുതലുണ്ടെങ്കിൽ ജലദോഷം വരും എന്നൊക്കെ പറയായിരുന്നു. മിസ്റ്റർ രാജരാജവർമ്മ ഒരു വൈദ്യരും കൂടിയാണല്ലേ? ഞാൻ ഈ ബാർ എന്തൊരു കൊതു. ഞാനേ ഈ ബാറിൽ കയറി ഈ സ്മോള് കഴിക്കുന്നവരോട് വിരോധാണ് എന്ന് പറയായിരുന്നു. അച്ഛൻ നീ അധികം സംസാരിക്കണ്ട, ആകെ കുഴപ്പാവും. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഈ ഹാർട്ട് അറ്റാക്ക് ഉള്ളതുകൊണ്ടേ കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ. ഓ എന്നാൽ ശരി, ഞാൻ അധികം ഉപദ്രവിക്കുന്നില്ല. ഞാൻ ഇനി ഒരിക്കൽ വന്ന് കാണാം. അപ്പോഴേ വല്ലപ്പോഴൊക്കെ ആ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ തലമുടി ഞാൻ ഭംഗിയായിട്ട് ഒന്നൊന്ന് കട്ട് ചെയ്ത് തരാം. അച്ഛന്റെ നാട് തലവടിയാണ്. തമാശ തമാശ. തമാശക്കാരനാണല്ലോ. അപ്പൊ ഓക്കെ. ജയ് ഹിന്ദ്. ഓ ജയ് ഹിന്ദ്. ശരി സാർ. അയ്യോ അയ്യോ നാടകക്കാരോ. അയ്യോ എങ്ങോട്ടാ വർമ്മ സാറേ? വീട്ടിലേക്ക്. എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. എന്താ? ഇങ്ങനെ വഴി എന്ന് പറയാനുള്ളതല്ല, എവിടെയെങ്കിലും പോയി ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് സ്വസ്ഥമായി പറയാം. കേറ്. ഞാൻ താമസിച്ചു ചേച്ചി? ഏയ് ഇല്ല, ഇരിക്കൂ. എന്താ കഴിക്കുക? ഒരു കോഫി മാത്രം മതി. വർമ്മ സാർ റെസ്റ്റോറന്റിലേക്ക് പോയിക്കോളൂ, ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. തനിക്ക് അല്ലേലും ഒരു വഴിക്കിറങ്ങുമ്പോ 1000 പണിയാണല്ലോ. താന്റെയൊക്കെ കൂടെ വരുന്ന എന്നെ തല്ലണം. ശശിയോട് ഇവിടേക്ക് വരാൻ പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിക്കാണുമല്ലോ. എങ്ങനെയാ? അയ്യോ, വക്കീല്. അല്ല, ഇതാര് സുഭദ്ര കുഞ്ഞമ്മയോ? എന്താ പതിവില്ലാതെ ഇവിടെ? അല്ല, വക്കീലോ? എന്താ ഇവിടെ? ഒരു കാപ്പ് കുടിക്കാന്ന് കരുതി. ഏതായാലും കൂട്ടായല്ലോ. ഞാൻ കാപ്പ് കുടിച്ചു. എന്താടോ? പറയാം സാർ. എന്താണെന്ന് പറയൂ. അല്ല, അത് ഞാൻ പറയാം.
ആ പറയൂ. അല്ല, അതെപ്പോ പറയണം, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ആ എങ്കിൽ താൻ പറ. അല്ല സാർ, എനിക്കത് പറയണം. എന്നാലൊന്ന് പറഞ്ഞു തുളയ്ക്കടോ. അത് ഞാനിന്ന് റെസ്റ്റോറന്റിൽ വെച്ച് സുഭദ്ര കുഞ്ഞമ്മയെ കണ്ടു. ഇത് പറയാനാണോ താൻ ഇത്രയും ബുദ്ധിമുട്ടിയത്? അല്ല, കുഞ്ഞമ്മ മാത്രമല്ല, കൂടെ അപ്പുറത്തെ ശശിയും ഉണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും എന്നെ കണ്ടപ്പോൾ ചമ്മല്. ഞാൻ തുറന്നു പറയുന്നുകൊണ്ടൊന്നും തോന്നരുത്. നേരായിട്ടുള്ള വഴിയിലുള്ള എന്തെങ്കിലും ഒരു ബന്ധമായിരുന്നെങ്കിൽ അവർക്ക് എന്നെ കാണുമ്പോൾ സംസാരിക്കരുതോ? ഇത് ശശി എന്നെ കണ്ടപ്പോ മോഹം മറയ്ക്കാൻ ശ്രമം. കുഞ്ഞമ്മയ്ക്കാണ് എന്നെ പറഞ്ഞുവിടാൻ ധൃതി. ആകെപ്പാടൊരു പന്തികേട്. ഇതൊക്കെ കണ്ടിട്ടും ഞാൻ പറയാതിരുന്നാൽ? ആ ഞാൻ വേണ്ടത് ചെയ്തോളാം. താനിത് പാട്ടാക്കണ്ട, പൊയ്ക്കൊള്ളൂ. അവളുടെ പറയട്ടെ. അവളുടെ ഒരുങ്ങിക്കറ്റിയുള്ള അഴിഞ്ഞാട്ടം ഇന്ന് ഞാൻ നിർത്തും. ഇവിടെ അയ്യോ, എന്റെ ചെന്തത് പൊട്ടിനാ തോന്നുന്നു. എന്നാടി നിന്റെ സാരികൾ കൊണ്ടുപോ. ഇതാ എടുത്തോണ്ട് പോ. ആഹാ, യാത്രക്കായോടി. പിന്നെ ഞാൻ വെറുതെ ഇവിടെ നിന്ന് നീ വിചാരിക്കണ്ട. കൊണ്ടുപോ. ഈശ്വര, രാവിലെ പോകുമ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ദൈവമേ, എന്ത് പറ്റിയത്? മോളെ, മോളെ കാവേരി, ആരെങ്കിലും ഓടി വരണേ. അച്ഛന് വട്ടണം എന്നാ തോന്നാ. ആരെങ്കിലും പിടിച്ചേ ഓടണേ. ശശി, കുട്ടമ്പിളേ, ആരെങ്കിലും ഓടുന്നത് പിടിച്ചേ. അവിടെ നിൽക്കാനാ പറഞ്ഞത്. എടി കൊന്നുകളഞ്ഞ മിണ്ടിപ്പോയി അടിച്ച്. ആഹാ, നീ ഉടുത്തൊരുങ്ങി അത്രം പൂശി കണക്കിന് എന്തിനാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായടി. എടി അധിക നാൾ ഇനിയും നിന്റെ കൂടെ പുറത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുമോടി. എന്നോട് പുറത്തുകൊണ്ടല്ല, അവനെ കയ്യിരിപ്പ് തന്ന. നിന്റെ കയ്യിലിരിപ്പ് ഞാൻ കണ്ടതാണ്. കണ്ടവന്റെ കൂടെ ഹോട്ടലിലും മറ്റും ശൃംഗരിക്കുന്നത് ഞാൻ കണ്ടു. ഒന്നോർത്തോ, എന്റെ ഒരു വശമേ നീ കണ്ടിട്ടുള്ളൂ. മറ്റേ വശം ഞാൻ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതേതാടി നീ കണ്ട മറ്റേ വശം? നിങ്ങളുടെ കൂടെ കുറെ കാലം കഴിഞ്ഞെന്ന് വെച്ച് ഞാൻ ഒരു മണ്ടിയാണെന്നൊന്നും വിചാരിക്കരുത്. എടി, നീ വിചാരിക്കുന്ന വലിയ സുന്ദരിയൊന്നുമല്ല. ഒന്നുമില്ലേലും പ്രായം ഇത്രമായില്ലേടി. 4 നാമം ജീവിച്ച് മൂലയിൽ എവിടെയെങ്കിലും പോയി കുത്തിയിരിക്കേ. എനിക്ക് പ്രായമായോണ്ടായിരിക്കും പ്രായം കുറഞ്ഞ പെണ്ണുങ്ങളെ കാണുമ്പോ നിങ്ങൾക്ക് ഇളക്കം കൂടുന്നത്. എടി, സൂക്ഷിച്ച് സംസാരിക്കണം. വെറുതെ നാട്ടാരെ കൊണ്ട് അതുവിധം പറയിച്ചാൽ ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടും. ഈ തലതെറിച്ച പോക്ക് പോയാലേ നിങ്ങൾ ഇറക്കി വിടാതെ